നമുക്കിന്ന് പാൽക്കപ്പയും ബീഫും ഉണ്ടാക്കിയാലോ. ഒരു സമയത്ത് ഇൻസ്റ്റയിലും യൂട്യൂബിലും മൊത്തം ട്രെൻഡിങ് ആയിരുന്ന ഒരു സാധനം ആട്ടോ ഇത്, പാൽക്കപ്പയും ബീഫും. സോ നമുക്ക് റെസിപ്പിക്ക് കിടക്കാം. ആദ്യം ചെറിയുള്ളിയും നല്ല കാന്താരി മുളകും ഒന്ന് ചതച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി, ഓവർ ആക്കരുത്. എന്നിട്ട് നമ്മൾ നന്നായി വേവിച്ച് വെച്ച കപ്പയിലേക്ക് ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കും. പിന്നെ നമുക്ക് തേങ്ങാപ്പാലിന്റെ സെക്കൻഡ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മാഷ് ചെയ്ത് വേവിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കും. പിന്നെ ഇതിന്റെ ഇടയിൽ എങ്ങാനും ഉപ്പ് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ അധികം തിളപ്പിക്കരുത് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം കുറുക്കിയെടുത്താൽ മതി. കപ്പ ആയതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ, നന്നായിട്ട് കുറുകൂട്ടോ. അപ്പൊ പിന്നെ അതിന് കോംബോ ആയിട്ട് നമുക്ക് ബീഫ് ഉണ്ടാക്കണ്ടേ. ആദ്യം നല്ല എല്ലുള്ള ബീഫിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് സവോള, പിന്നെ കുറെ ഉള്ളി, പിന്നെ കറിവേപ്പിലിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. സോ അപ്പോഴേക്കും നമ്മുടെ കപ്പ അല്ലെങ്കിൽ കൊള്ളി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടാവും. ഇത് നമുക്കൊന്ന് കാച്ചിയെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് നന്നായിട്ട് കാച്ചിയെടുക്കും. എന്നിട്ട് നമ്മുടെ നന്നായി കുറുകിയിരിക്കുന്ന കപ്പയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവും. അതിലേക്ക് കുരുമുളക് പൊടി, സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ചെറുതായിട്ട് ബീഫിനൊന്ന് വീഡിയോ എടുക്കാൻ മറന്നുപോയേ. അപ്പൊ പിന്നെ എന്താ, നമ്മുടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ചെറിയൊരു ഡെക്കറേഷൻ പണിയും കൂടി കഴിഞ്ഞ് നമ്മുടെ പാൽക്കപ്പയും ബീഫ് ഇവിടെ സെറ്റ് ആയിട്ട് ഇത് നല്ല ചൂടോടെ കഴിക്കണേ. അപ്പൊ എങ്ങനെയാ, നല്ല വെന്ത കപ്പയുടെ ഒരു പീസും നല്ല കുരുമുളകിന്റെ കുത്തുള്ള ബീഫും കൂടി എടുത്തങ്ങോട്ട് കഴിച്ച എന്റെ പൊന്നെ സാറേ. ഇതൊക്കെ കണ്ടപ്പോ ചെറുതായിട്ടൊന്ന് വായില് വെള്ളം വന്നില്ലേ. അപ്പൊ എങ്ങനെയാ, വീട്ടിൽ ട്രൈ ആക്കല്ലേ. അപ്പൊ ബൈ ഗൈസ്.